فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأنبياء أنت في الوجدان حي أنت للعينين ضي أنت. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. محمد سيد الكونين والثقلين محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. هو الحبيب الذي ترجى شفاعته هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. ومبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. وكل آي أتى رسل الكرام بها فإنما اتصلت من نوره بهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث العميم. ولي ضيق رسول الله جاهك به إذا الكريم تجلى باسمي منتقم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم ومن علومك علم اللوح والقلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. على حبيبك خير الخلق كلهم. ആദരണീയരായ സുഹൃത്തുക്കളെ, കൂടല്ലൂരിൽ 3 ദിവസമായി വളരെ പ്രബോധനമായി നടന്നു വരുന്ന ഈ മഹനീയമായ മതപ്രബോധന പരമ്പരയിൽ മതപ്രബോധനം എന്നതിലുപരിയായി മഹത്തായ മനുഷ്യസ്നേഹത്തിൻ്റെയും
ഇസ്ലാമിക പ്രബോധനങ്ങളുടെയും കാതൽ ഈ ഇവിടെ കൂടിയിരിക്കുന്ന ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത മനുഷ്യരെ കേൾപ്പിക്കുന്ന മഹത്തായ ഒരു പ്രബോധന പരിപാടിയുടെ ഭാഗമായി കൂടിയിരിക്കുന്ന നിങ്ങളോട് ദീർഘമായ ഒരു പ്രഭാഷണം നടത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഇന്ന് ലോകം മുഴുവൻ ആളുകൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഉസ്താദ് അഹമ്മദ് കബീർ ബഖവി നിങ്ങളോട് ദീർഘമായി സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നേരത്തെ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. തീർച്ചയായും ഇസ്ലാമിക പ്രബോധനങ്ങളുടെ മാനവസ്നേഹം, നീതിബോധം, എല്ലാ വിഭാഗം ജനങ്ങളെയും ഇസ്ലാം അഭിസംബോധന ചെയ്ത ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാർഗങ്ങൾ, ഇതൊക്കെ വളരെ ഉയർന്ന മാനവിക വിവേകത്തോടു കൂടി സംസാരിക്കുന്ന ആളാണ് അഹമ്മദ് കബീർ ബഖവി. തീർച്ചയായും ഇന്ന് മതങ്ങൾ പരസ്പരം അറിയേണ്ടത് അതിൻ്റെ പ്രബോധനങ്ങളിലൂടെയാണ്. നിർഭാഗ്യവശാൽ പ്രബോധനങ്ങൾ വേണ്ട വിധത്തിൽ പുറത്തേക്ക് കിട്ടുന്നില്ല. പകരം തെറ്റായ ധാരണകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു മതവിശ്വാസി മറ്റൊരു മതവിശ്വാസിയുടെ ശത്രുവാണ് എന്ന് ആരൊക്കെയോ പ്രചരിപ്പിക്കുന്നത് കുറെ അന്ധരായ മനുഷ്യർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ പകരം യഥാർത്ഥ മതപ്രബോധനങ്ങളെ തിരിച്ചറിയുക. ഇസ്ലാം എന്താണ് ലോകത്തിന് നൽകിയത്? 1400-ലധികം കൊല്ലം മുമ്പ് അറേബ്യൻ മണലാരണ്യത്തിൽ അന്ധവിശ്വാസികളും ദുരാചാരത്തിൽ മുങ്ങിയവരും മദ്യപാനികളും പല രീതിയിൽ അരാജക ജീവിതം നയിച്ചിരുന്നവരുമായ ഒരു അപരിഷ്കൃത ജനവിഭാഗത്തിനിടയിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ദൈവത്തിൽ നിന്ന് ലഭിച്ച വാക്കുകളായി പ്രബോധനം ചെയ്തത്? അദ്ദേഹത്തിന്റെ വാക്കുകളാണെന്ന് അദ്ദേഹം ഒരിടത്തും പറഞ്ഞില്ല. 40 വയസ്സ് വരെ സാധാരണ മനുഷ്യരെ പോലെ കച്ചവടം ചെയ്ത് ജീവിച്ച മഹാനായ ആ പ്രവാചകൻ ഹിറാ ഗുഹയിൽ വെച്ച് തനിക്ക് കൈവന്ന വിശുദ്ധമായ ദർശനങ്ങൾ, ജിബ്രീൽ എന്ന മാലാഖ മുഖേന വെളിവായ വിശുദ്ധ വചനങ്ങൾ, മക്കയിലും മദീനത്തുമായി അവതീർണമായ ഖുർആനിലെ ആയത്തുകൾ, അത് യാതൊരു മാലിന്യവും കൂടാതെ ഇന്നും ഭൂമുഖത്തുണ്ട്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. വിശുദ്ധ ഖുർആൻ അൽ ഉന്നാസ് എന്നാണ് അഭിസംബോധന ചെയ്തത്. മനുഷ്യരെ, മനുഷ്യ സമൂഹമേ, മുസ്ലിങ്ങളെ, ഇസ്ലാമിക വിശ്വാസികളെ എന്നല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുമാണ് ഇസ്ലാം സംസാരിച്ചത്, വിശുദ്ധ ഖുർആൻ സംസാരിച്ചത്. നിങ്ങളെ ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വിവിധ ഗോത്രങ്ങളുടെ അടയാള വ്യത്യാസങ്ങൾ തന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇപ്പൊ ലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇസ്ലാം സംസാരിച്ചത്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി വിശ്വസിക്കുന്ന ഏതൊരാൾക്കും അത് ഇസ്ലാം മതത്തിൽ ആ ചിട്ടകളനുസരിച്ച് ജീവിക്കുന്നവർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. എന്നെപ്പോലുള്ള ആളുകളും ഇസ്ലാമിക ചരിത്രം മാത്രമല്ല മതങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി തന്നെയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ ദൈവം പ്രവാചകനോട് പറയുന്നുണ്ട്, മുഹമ്മദേ, നിനക്ക് മുൻപും എത്രയോ പ്രവാചകന്മാരെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. 1,25,000-ഓളം പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. പ്രവാചകന്മാരെ അയക്കാത്ത ഒരു ഭൂഭാഗവും ലോകത്തില്ല. അപ്പൊ ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് മൂസാ നബി, മോശ, ഇബ്രാഹിം നബി എന്ന ഇസ്ലാമിക വിശ്വാസികൾ കരുതി പോരുന്ന എബ്രഹാം, അല്ലെ, ഈസാ നബി എന്ന ഇസ്ലാമിക വിശ്വാസികൾ കണക്കാക്കി പോരുന്ന യേശു. ഞാൻ കുറച്ചുകൂടി വിപുലമായിട്ട് പറയും, കറുത്ത പ്രവാചകൻ എന്ന് ഇസ്ലാം പറയുന്ന കൃഷ്ണൻ, അതും ഒരു പ്രവാചകൻ തന്നെ. ശ്രീകൃഷ്ണൻ, ശ്രീരാമനും ഒരു പ്രവാചകൻ തന്നെ, ബുദ്ധനും ഒരു പ്രവാചകൻ തന്നെ. 1,25,000-ഓളം വരുന്ന പ്രവാചക പരമ്പരകളിൽ ഇവരൊക്കെ വരുന്നു. അന്ത്യപ്രവാചകനായിട്ട് മുഹമ്മദ് നബിയെ മനസ്സിലാക്കാനും ഇതര മതവിശ്വാസികൾക്ക് തടസ്സമൊന്നുമില്ല. പക്ഷെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ അടിവരായിട്ട് പറയുന്നത് കാരുണ്യത്തെ കുറിച്ചാണ്. എത്രയോ ഇടത്ത് കാരുണ്യത്തെ കുറിച്ച് പറയുന്നു. സക്കാത്തിനെ കുറിച്ച് സ്വലാത്തിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ സക്കാത്തിനെ കുറിച്ച് പറയുന്നു. സക്കാത്തും സ്വലാത്തും ഇസ്ലാമിന്റെ ചൈതന്യ സ്തംഭങ്ങളാണെന്ന് പറയുന്നു. അവരവരുടെ സ്വത്തിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം എല്ലാ വിശ്വാസികളും, സത്യവിശ്വാസികളും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ സക്കാത്ത് കൊടുക്കുന്നവന്റെ ഔദാര്യമല്ല, വാങ്ങുന്നവന്റെ അവകാശമാണെന്ന് പഠിപ്പിച്ചു. ആ വിധത്തിൽ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചത് വിശുദ്ധമായ മനുഷ്യ സ്നേഹമാണ്. അദ്ദേഹം ആദ്യത്തെ പ്രബോധനം തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ് കേൾക്കാൻ വന്നത്. അവരോട് ചോദിച്ചു പ്രവാചകൻ, ഈ കാണായ സഭാമലയുടെ പിന്നിൽ നിന്ന് ഒരു സൈന്യം ഇപ്പോൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവിടെ കൂടിയ ആളുകൾ ഒരുമിച്ച് പറഞ്ഞു, തീർച്ചയായും പ്രവാചകരെ, അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. കാരണം അങ്ങ് അൽ അമീൻ ആണ്, വിശ്വസ്തനും സത്യസന്ധനുമായി ജീവിച്ചയാളാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും സത്യസന്ധനും സ്നേഹശാലിയും എല്ലാ സദ്ഗുണങ്ങളുടെയും വിളനിലവുമായിരുന്ന പ്രവാചകനിലൂടെയാണ് വിശുദ്ധ ഖുർആൻ എന്ന ദൈവവചനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അവതരണമായത്. ആ വചനങ്ങൾ അറിയേണ്ടതുണ്ട്. ഇസ്ലാമിക വിശ്വാസികൾ മാത്രമല്ല, ഇതര വിശ്വാസികളും എല്ലാ മാനവരും അറിയേണ്ടതാണ്. ആ പ്രബോധനങ്ങളെ അറിയിക്കാനാണ്
ഇത്തരം ഒത്തുചേരലുകൾ. പരസ്പരം അറിയുക, സ്നേഹിക്കുക, പരസ്പരം ബഹുമാനിക്കുക. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മഹാനാകുന്നു, അദ്ദേഹമല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഇതും ഉപനിഷത്ത് വചനങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇത് അറിയാൻ എനിക്ക് ഒരുപാട് കാലം വൈകി. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് MV മുഹമ്മദും ഞാൻ അടുത്തടുത്ത ബെഞ്ചിലാണ്, 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ. അപ്പം അന്ന് മദ്രസയിൽ പോയിട്ടാണ് മുഹമ്മദ് ക്ലാസ്സിലേക്ക് വരിക. അപ്പം മദ്രസയിൽ വരുമ്പോൾ ഈ മുസായിബ് കൊണ്ടുവരും. പക്ഷെ അന്ന് മുഹമ്മദ് മുസായിബ് എനിക്ക് കാണിച്ചു തരില്ല. അപ്പം അന്നത്തെ വിശ്വാസം മുസായിബ് അഹിന്ദുക്കൾ നോക്കിയാൽ കണ്ണു പൊട്ടിപ്പോകുന്നതായിരുന്നു. അപ്പൊ എന്റെ കണ്ണു പൊട്ടിപ്പോകണ്ടെന്ന് കരുതിയാണ് മുഹമ്മദ് എനിക്കത് കാണിച്ചു തരാറ്. പക്ഷെ പിന്നീട് ഞാൻ CN അഹമ്മദ് മൗലവി അടക്കമുള്ളവരുടെ പരിഭാഷകൾ, KV അബൂബക്കർ സാഹിബിന്റെ പരിഭാഷകൾ, ഇംഗ്ലീഷിലെ പരിഭാഷകൾ, കിട്ടാവുന്നിടത്തോളം പരിഭാഷകളൊക്കെ കിട്ടി വാങ്ങി വായിച്ചപ്പോഴാണ് മനസ്സിലായത് വിശുദ്ധ ഖുർആൻ കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല, കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ഏത് വിശ്വാസിയുടെയും അകക്കണ്ണ് തുറപ്പിക്കാൻ തോന്നുന്ന മഹത്തായ വേദഗ്രന്ഥം. അത് പരിപാവനമായ മനസ്സോടുകൂടി വായിച്ചാൽ ഏതൊരു മനസ്സും നിർമ്മലമായി തീരും. സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ വേർതിരിവുകൾ അറിയേയില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് MV മുഹമ്മദ് ഉണ്ട്, ബാലൻ, ജോസൂട്ടിയൊക്കെ കൂടി ചേർന്ന് അടുത്ത വീട്ടിലെ നമ്പൂതിരി മാവിന് കല്ലെടുത്തെറിയാൻ പോകും. അപ്പോൾ കല്ലെടുത്തെറിഞ്ഞ പച്ചമാങ്ങ എറിഞ്ഞ് വീഴ്ത്തുന്നതിൽ ബിരുദനായിരുന്നു MV മുഹമ്മദ്. വടികൊണ്ടെറിഞ്ഞ് പച്ചമാങ്ങ വീഴ്ത്തിയാൽ മുഹമ്മദ് ആദ്യം കടിക്കും. അത് മുഹമ്മദിന്റെ അവകാശം. അപ്പോൾ അവൻ്റെ മുണ്ടിന്റെ തരപ്പിൽ കല്ലുപ്പ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. നീ അയഡൈസ് ചെയ്യപ്പെട്ട ഉപ്പൊന്നുമില്ല. ഇപ്പൊ കടിച്ചിട്ട് കല്ലുപ്പിൽ കുത്തി വീണ്ടും കടിക്കും. അതുപോലെ സ്വാദുള്ളൊരു ഭക്ഷണം ഞാൻ ജീവിതത്തിൽ കഴിച്ചില്ല. ഇത് മുഹമ്മദ് കടിക്കുമ്പോഴേക്കും എൻ്റെയും ഈ വാസുദേവൻ നമ്പൂരിയുടെയൊക്കെ വായിൽ ഇങ്ങനെ വെള്ളം വരും. വാസുദേവൻ നമ്പൂരിക്കുട്ടി വലിയ കേൾവി കേട്ട കക്കാട്ട് മനക്കിലെ നമ്പൂതിരിയാണ്. ഗുരുവായൂർ മേശാന്തിയൊക്കെ ആയിരുന്ന ആളുടെ മകനാണ്. അപ്പം അദ്ദേഹം പറയും, മുഹമ്മദെ താൻ കഴിച്ചാൽ എനിക്ക് കഴിക്കാൻ പാടില്ല എന്നാണ് അച്ഛൻ പറയണത്, എന്നാലും ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. മുഹമ്മദ് കഴിച്ച മാങ്ങ കക്കാട്ട് മനക്കിലെ വാസുദേവൻ നമ്പൂരിക്കുട്ടി കടിക്കും, അത് ജോസൂട്ടിക്ക് കൊടുക്കും. ഞങ്ങളൊക്കെ കടിച്ച് ഉമിനീര് പങ്കുവെച്ച് വളർന്നവരാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇന്നേ വരെ വേറൊരു ഭാഗമാണ് ഇസ്ലാം മതവിശ്വാസികളെന്ന് തോന്നിയിട്ടേ ഇല്ല. ആ സംസ്കാരം ഈ കൂടലൂരും ഒക്കെ ഉണ്ടായിരുന്നു. ഉമിനീര് പങ്കുവെച്ച് ഞാനും മുഹമ്മദും ഒക്കെ വളർന്നതുകൊണ്ട് ഈ രാജ്യത്ത് ഏത് ഫാഷിസം വന്നാലും ഏത് വിഭാഗീയത വന്നാലും എന്നെയും മുഹമ്മദിനെയും വേറെയാക്കാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമാവുകയില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ എന്നെ പോലുള്ള ആൾക്ക് സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. വേദിയിൽ സന്നിഹിതരായ മഹത് വ്യക്തിത്വങ്ങളെ, കൂടലൂരിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ വലിയ ഒരു സദസ്സും പ്രൗഢമായ പ്രഭാഷണങ്ങളും നടക്കുന്നത് ആദ്യമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ വളരെ ഏറെ ആവേശഭരിതരും അതിനേക്കാളേറെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ യശസ്സിനെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന മത വിദ്യാഭ്യാസ കേന്ദ്രമായ മുനീറുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസ, അതിന്റെ പുരോഗമന പ്രവർത്തനങ്ങളുടെ വളർച്ചയും ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പരിശുദ്ധമായ ദീനിന്റെ വളർച്ച എന്ന് പറയുമ്പോൾ മതമൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമുദായത്തെ വളർത്തിയെടുക്കുക എന്നതാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രബോധന മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിച്ചു. പാതിരാ പ്രസംഗങ്ങളും പാതിരാ വാഴുകളും മാത്രമായി അവശേഷിച്ചിരുന്ന ദീനീ പ്രബോധനം അവശേഷിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി പുതിയ യുഗത്തിലെ ആധുനികമായ പല സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഇസ്ലാമിക പ്രബോധന മേഖല വളർന്നു പന്തലിക്കുകയാണ്. ആ ഇടത്തേക്കാണ് ബഹുമാന്യരായ ഹാഫിദ് അഹമ്മദ് കബീർ ബാക്കവിയുടെയും നൗഷാദ് ബാക്കവിയുടെയും നവാസ് മന്നാനിയെ പോലുള്ള പ്രഭാഷണ ഗോതയിലെ പ്രഭാഷണ വേദിയിലെ സുൽത്താൻമാരുടെ കടന്നുവരവുണ്ടാകുന്നത്. ഒരു വേള മുസ്ലിം സമൂഹം, അതല്ലെങ്കിൽ ഇതര മതവിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ജനസഞ്ചയം തെറ്റിന്റെയും അധർമ്മത്തിന്റെയും പാതകൾ സ്വീകരിക്കുമ്പോൾ
ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പറയപ്പെടേണ്ടുന്ന ഒരു ആവശ്യം തന്നെയില്ല. ലക്ഷക്കണക്കിന് മാലാഖമാർ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത് അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മലക്കുകളെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. ഇങ്ങനെ ലക്ഷക്കണക്കായ മലക്കുകളെ കൊണ്ട് ധന്യമാകുന്ന പരിശുദ്ധമായ പരിഭാവനമായ സദസ്സുകളാണ് ഇത്തരം സദസ്സുകളൊക്കെ. പ്രത്യേകിച്ച് ഈ സദസ്സിന്റെ ഒരു പ്രത്യേകത കൂടിയുള്ളത്, ഓരോ സദസ്സുകളും ഉദ്ഘാടനം ചെയ്യുന്നത് പാണക്കാട്ടെ കുടുംബത്തിലെ പൊന്നോമന മക്കളാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘകാലം പരിശുദ്ധമായ ദീനിന് സേവനം ചെയ്യാനും ഈ ഉമ്മത്തിന്റെ കവലാളുകളായി വർത്തിക്കാനും അള്ളാഹു അവർക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. അവരുടെ തണലിൽ ജീവിക്കാൻ, അവരുടെ പാത പിൻപറ്റി ജീവിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ആലുൻ നബിയ്യി ദരിയതി വഹുമു ഇലൈഹി വസീലതി. ആലുൻ നബി പ്രവാചക കുടുംബം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹയുടെയും